ജനനം മുതൽ ഇന്ന് വരെ കാണാത്ത ദൈവപ്രവൃത്തി. പരിശുദ്ധാത്മാവ് ആഴവും ശക്തമായി ഇടപെടുന്ന ദൂത്. യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം 3-ാം വാക്യം. അതിന് യേശു, അവനെങ്കിലും അവൻ്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടില്ല, ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിനത്രേ. നമുക്ക് വളരെ പരിചയമുള്ളൊരു തിരുവെഴുത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ആഴമായി ഇടപെടുന്ന ദൂത്. ഇന്ന് വരെ കാണാത്ത ദൈവപ്രവൃത്തി. ഈ മനുഷ്യൻ ജന്മന കുരുടനായി പിറന്നവനാണ്. ഒരുപാട് കാര്യങ്ങൾ ആ മനുഷ്യൻ കേട്ടിട്ടുണ്ട്, എന്നാൽ കണ്ടിട്ടില്ല. സൂര്യനെക്കുറിച്ച്, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, വെള്ളം, മരങ്ങൾ, ചെടികൾ, എന്ത് പറഞ്ഞാലും അത് കേൾക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് കേൾക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഒരിക്കൽ പോലും അത് കാണാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടില്ല. ഇന്ന് പരിശുദ്ധാത്മാവ് അതിനകത്തുനിന്നൊരു ദൂത് വ്യക്തമാക്കുക. ദൈവത്തിൻ്റെ പൈതലെ, ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ കേട്ടിട്ടുണ്ട്, എന്നാൽ അത് കാണാനുള്ള ഭാഗ്യം ഇന്ന് വരെ ലഭിച്ചിട്ടില്ല. കേട്ടിട്ടുണ്ട്, എന്നാൽ അത് കണ്ടിട്ടില്ല. ഈ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സ്ഥിതി ആ ഒരു അവസ്ഥയല്ലേ? തനിക്ക് കാഴ്ചയില്ലാത്ത ആ വിഷയത്തെക്കുറിച്ച് മാത്രം ഇന്ന് വരെ കേട്ടിട്ടില്ല. ഒരു ദൂത് ആ മനുഷ്യൻ കേട്ടിട്ടില്ല. ഒരാലോചന ആ മനുഷ്യൻ കേട്ടിട്ടില്ല. വൈദ്യശാസ്ത്രം പറയും, ജനനം മുതൽ ഉള്ളതല്ലേ ഇത്, മരണം വരെയുണ്ട്, അതേ പറയാൻ പറ്റൂ. എന്നാൽ തിരുത്തുന്ന ഒരു ദൈവം. ദൈവത്തിൻ്റെ പൈതലെ, എത്രയോ വിഷയങ്ങളെക്കുറിച്ചുള്ള അറിവ് ഈ മനുഷ്യൻ്റെ ഹൃദയത്തിൽ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ തൻ്റെ പ്രശ്നത്തെക്കുറിച്ച്, താൻ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന തൻ്റെ വിഷയത്തെക്കുറിച്ച്, ആ അന്ധത, ആ ഇരുട്ട്, ആ ഒരു തലത്തിൽ അവനൊരു ദൂതില്ല, ഒരാലോചന കിട്ടിയിട്ടില്ല. ഇന്ന് പരിശുദ്ധാത്മാവ് ചില കുടുംബത്തെ നോക്കി ആഴമായി ദൂത് വെളിപ്പെടുത്തുക. ദൈവത്തിൻ്റെ പൈതലെ, ആ വിഷയത്തെക്കുറിച്ച് ഒരു ദൂത് വ്യക്തമായി കേട്ടിട്ടില്ലല്ലോ. ഇന്നനുഭവിക്കുന്ന ആ പ്രശ്നം, ഇന്നനുഭവിക്കുന്ന ആ തലമുറയുടെ വിഷയം പലരോടും ചോദിക്കുന്നുണ്ട്, ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, എന്നാൽ ഇന്ന് വരെ അതിനകത്ത് ഒരു വ്യക്തതയില്ല. ഒരു പ്രവൃത്തി അതിനകത്തുണ്ടോ എന്ന് നിശ്ചയമില്ലാത്ത, ദൂത് കേൾക്കാത്ത വിഷയങ്ങളുണ്ടോ ജീവിതത്തിൽ? പരിശുദ്ധാത്മാവ് അങ്ങനെ കുടുംബങ്ങളെ കാണിക്കുന്നു. ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം ഏറ്റെടുത്തോ, ആലോചന ഏറ്റെടുത്തോ. ദൂതില്ലാത്ത വിഷയത്തിൽ ദൈവപ്രവൃത്തിയുണ്ട്. കാരണം ദൂത് വെളിപ്പെടുത്തുക ദൈവം വിശ്വസ്തന. അതെങ്ങനെ ക്രമീകരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ ഹൃദയത്തിനകത്ത് ഉത്തമമായ പ്ലാനുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ആഴവും ശക്തമായി ദൂത് വെളിപ്പെടുത്തുക. ഈ മനുഷ്യൻ കേട്ട ദൂത്, ഈ വിഷയത്തിൽ ദൈവപ്രവൃത്തി ഇവങ്കൽ വെളിവാകേണ്ടതിനത്രേ. ഇന്ന് വരെ കേൾക്കാത്തൊരു ദൂത്, എൻ്റെ വിഷയത്തിൽ, എൻ്റെ ഈ പ്രശ്നത്തിൽ ദൈവപ്രവൃത്തിയുണ്ടെന്ന്. ദൈവത്തിൻ്റെ പൈതലെ, ശക്തവും ആഴമായി ദൂതേറ്റെടുത്തു. ഈ വിഷയത്തിനകത്ത് ഒരു ദൈവപ്രവൃത്തിയുണ്ട്. ഇന്ന് കരയുന്ന, ഇന്ന് ദുഃഖിക്കുന്ന ആ വിഷയത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരാനുണ്ട്. ജീവിതത്തിൻ്റെ മേഖലകളിൽ കർത്താവിന് പ്രവർത്തിക്കാനുണ്ട്. ഈ മനുഷ്യൻ്റെ ഭാഗ്യ അവസ്ഥയൊന്ന് ഓർത്തോണേ. ആ ദൂത് കേൾക്കുകയും അന്ന് തന്നെ വിടുതലും. ദൂത് എന്തായിരുന്നു? അന്ന് തന്നെ ദൈവപ്രവൃത്തി. പരിശുദ്ധാത്മാവ് ചില കുടുംബത്തോട് പറയുന്നു, ദൂത് വിശ്വസിച്ചു, ദൂത് കേൾക്കുന്ന ദിവസം തന്നെ പ്രവൃത്തിയു വെളിപ്പെടുത്തുവാൻ ദൈവശക്തനാ. ഈ മനുഷ്യന് ആ വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ സമയം കിട്ടിയില്ല, ഉപവസിക്കാൻ സമയം കിട്ടിയില്ല. അതിനു മുമ്പ് തന്നെ ദൈവം പ്രവർത്തിച്ചു കഴിഞ്ഞിരിക്കുക.
പല കുടുംബങ്ങളോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ഇന്ന് കരയുന്ന വിഷയം ദൈവപ്രവൃത്തി വെളിപ്പെടാനാ. ഇന്ന് ദുഃഖിക്കുന്ന വിഷയം ദൈവപ്രവൃത്തി വെളിപ്പെടാനാ. ഇന്ന് വരെ കാണാത്തത്, ജനനം മുതൽ ഇന്ന് വരെ കാണാത്തത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് പ്രവർത്തിച്ച് ഞാനത് കാണും. ദൈവം അങ്ങനെ സഹായിക്കാൻ പോകുന്നു. ദൈവം അനുഗ്രഹിക്കും. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് കേൾപ്പിച്ച ഞങ്ങളുടെ ദൂതനായി വിലയേറിയ ആലോചനയ്ക്കായി സ്തോത്രം. കർത്താവിൻ്റെ കരം ചാഞ്ഞിറങ്ങും. ഇത് ദൈവപ്രവർത്തിക്കാണല്ലോ. തലമുറയുടെ ഈ വിഷയം ദൈവപ്രവർത്തിക്കാണല്ലോ. തലമുറയുടെ വിവാഹ വിഷയം ദൈവപ്രവർത്തിക്കാണല്ലോ. ഈ രോഗവിഷയം ദൈവപ്രവർത്തിക്കാണല്ലോ. അപ്രകാരം ജനത്തെ ദൈവം സഹായിക്കണം. പ്രവർത്തിച്ച് അനുഗ്രഹിക്കുന്ന ദൈവമേ, പ്രവർത്തിച്ച് മാനിക്കുന്ന ദൈവമേ, അങ്ങയുടെ കരം ശക്തിയോടെ ചലിക്കുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.